ആഫ്റ്റർ പ്ലസ് ടു മെഡിക്കൽ റിലേറ്റഡ് ഒരു കോഴ്സ് ചൂസ് ചെയ്യണം. എന്നാൽ ക്ലിനിക്കലി ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇങ്ങനെ ഒരു കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും BSc MRT മെഡിക്കൽ റെക്കോർഡ് ടെക്നോളജി. 4 year ഡ്യൂറേഷൻ വരുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പഠിക്കുന്നത് ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിൽ ആ പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുക, അതൊരു റെക്കോർഡാക്കി സൂക്ഷിക്കുക, ആ റെക്കോർഡ് അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുക, അത് അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യന്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് അതത് ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചാൽ മാത്രമേ ഡോക്ടേഴ്സിനെ കറക്റ്റ് പേഷ്യന്റിനെ അനലൈസ് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ഏരിയ. അതായത് ഈ ഒരു കോഴ്സ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിലൊക്കെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് ഒരുപാട് ഓഫർ വരുന്നുണ്ട്. ഈ മെഡിക്കൽ അതായത് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയറിൽ മാത്രമാണോ നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞവർക്കുള്ള ജോബ് വരുന്നതെന്ന് വെച്ചാൽ അല്ല. നമ്മുടെ ഇൻഷുറൻസ്, അതായത് ഒരുപാട് ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസ് പോലുള്ളിടത്തൊക്കെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് കോഴ്സ് കഴിഞ്ഞവർക്ക് ഒരുപാട് ജോബ് അവസരങ്ങൾ വരുന്നുണ്ട്. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അതുപോലെ മെഡിക്കൽ കോഡിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം തുടങ്ങിയ നിരവധി സബ്ജക്ട്സുകളാണ് ഇതിന്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന കോഴ്സ് ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആയതുപോലെ തന്നെ എബ്രോഡും ഒരുപാട് കൺട്രീസിൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ സ്കോപ്പും ഒരുപാട് ജോബ് വേക്കൻസീസും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനും ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.